ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ തോന്നുന്നു, ഞാൻ അടിക്കും. 5-ാം വയസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് രജനികാന്ത് സാറിന്റെ വീട്ടിൽ പോകണം. രജനികാന്ത് സാർ ഫോണിൽ അച്ചു നാങ്ക ഉങ്ക മാച്ച് പാക്കറോ നീങ്ക സൂപ്പറാ പണ്ടിங்க. ഞാൻ ഒന്നും പറയാൻ പറ്റണ്ടേ സാർ. ആമാ സാർ, ആമാ സാർ, ആമാ സാർ, ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു നാൾ വീട്ടിൽ വാങ്ങ. ഓക്കെ, താങ്ക് യു. ഇതൊരു ചെറിയൊരു മീറ്റിംഗ് മാത്രമല്ല, ഇത് 20 വർഷം മുമ്പ് 20 വർഷം മുമ്പ് നടന്നൊരു സ്വപ്നം ഇന്നിവിടെ റിയാലിറ്റി ആവുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫുള്ള് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പടിയാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചിരി. അപ്പോൾ പുള്ളിയുടെ വൈഫൊക്കെ വരുമ്പോൾ പുള്ളി വൈഫിന് പറഞ്ഞു കൊടുക്കുന്നത്, തെരിയുമാ സഞ്ജു ചിന്ന വയസ്സിൽ ഇത് അപ്പ കിட்ட சொன்ன அப்பா சொன்னாரு നീ തനിയാ ഒരു നാൾ പോയി പാത്താ പോതും, അത് എനിക്ക് നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി 10ാമത്തെ വയസ്സായപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇന്ത്യ കളിക്കണം. അതൊരു ആഗ്രഹമായിരുന്നു, അത് നടന്ന്. അതേപോലെ ഞാൻ 5-ാം വയസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് രജനികാന്ത് സാറിന്റെ വീട്ടിൽ പോകണം. 5-ാം വയസ്സിൽ ആഗ്രഹിച്ചെന്ന് എൻ്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്. അന്ന് നമ്മുടെ പടയപ്പ ഭാഷ ചിലപ്പോൾ ആ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ടീഷർട്ടൊക്കെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ നടന്ന് വീട്ടിലൊക്കെ ചാടിയൊക്കെ ഇരുന്ന് പറയും, ഇങ്ങനെ ഡയലോഗൊക്കെ പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഡൽഹി ആയിരുന്നല്ലോ, അപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം എത്തണമെങ്കിൽ ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് ബൈ റോഡാണ് ട്രിവാൻഡ്രം വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നതാണ്, അമ്മയും അച്ഛനും പറയുന്ന കഥയാണ്, പക്ഷെ എനിക്ക് ചെറിയ ഓർമ്മ ഉണ്ട്. ഞങ്ങളിങ്ങനെ ബൈ റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് ഏത് സ്ഥലം? മോനെ ഇത് ചെന്നൈ. എനിക്ക് രജനികാന്ത് സാറിന്റെ വീട്ടിൽ ഇപ്പൊ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കാണിച്ച. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്നെ ഇപ്പൊ പോയാൽ അവിടെ കയറ്റത്തൊന്നുമില്ല, നീ വലുതാകുമ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം പോവും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ആഗ്രഹം ഇങ്ങനെ വെച്ച് പിന്നെ കുറച്ച് കളിച്ച് ഇന്ത്യയിൽ കളിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനി പോവാന്നൊക്കെ പറഞ്ഞ് ചെന്നൈയിൽ കുറേ മാച്ച് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ പറയും, മൂവി ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഉണ്ട്. അവർക്ക് പറഞ്ഞു, രജനി സാർ ഫ്രീ ആണോ, എനിക്ക് കാണണം എന്ന് പറയേണ്ടി വരും. അപ്പം അവർ എല്ലാം നമുക്ക് ആ മീറ്റിംഗ് അറേഞ്ച് ആയി, നാളെ ചെന്നൈ വന്നോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലതും നടക്കാതെ പോകും. എൻ്റെ അമ്മ അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട, എനിക്ക് ഈ കളിക്ക് ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് നടക്കുന്നില്ല, എനിക്ക് ശരി വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ടീം, ഞാൻ ക്യാപ്റ്റൻ ചെയ്ത ടീം IPL ഫൈനൽ എത്തിയത്. ഫൈനൽ നാളെയാണ്. ഫൈനലിന്റെ തലേ ദിവസം നമ്മുടെ മാനേജർ, നമ്മുടെ ആളുണ്ടല്ലോ, ഇക്ലാസ് നാഹ് എന്നാണ് കേട്ടോ എന്റെ മാനേജറിന്റെ പേര്. ആവശ്യമുണ്ട്. പേരെന്ന് പറയോ? ഇക്ലാസ് നാഹ. ഇക്ലാസിനോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ തന്നെ ചോദിക്കുക ഇക്ലാസ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇക്ലാസ് പെട്ടെന്ന് ഫോൺ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഫോൺ പറഞ്ഞ ആര്? രജനി സാർ വിളിക്കണം. ഞാൻ ഒന്ന് പോടേ, ഞാൻ പറഞ്ഞേ ആണാ, രജനി സാർ ഫോണിൽ ഇരിക്കണം. രജനികാന്ത് സാർ ഫോണിൽ അച്ചു நாங்க உங்க மேட்ச் பார்க்குறோம், நீங்க சூப்பரா பண்ணிட்டீங்க, ஃபைனல் வரைக்கும் ராஜஸ்தான் ராயல்ஸ் டீம் வந்துட்டீங்க, சூப்பரா பண்றீங்க, ரொம்ப ഇഷ്ടം അങ്ങനെയല്ല சொல்லிட்டு അവരുടെ മക്കളെല്ലാവരും രാജസ്ഥാൻ റോയൽസിന്റെ ഫാൻസ് ആയിരുന്നു. ധനുഷിന്റെ മക്കളെല്ലാവരും. അപ്പോൾ ഇവർ ഭയങ്കര ക്രിക്കറ്റ് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മക്കളെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എന്റെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഫോൺ വിളിച്ചങ്ങ് പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ പറ്റണ്ടേ സാർ. ആമാ സാർ, ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു നാൾ വീട്ടിൽ വാങ്ങ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പോഴും ഫ്രീ ആണ്, നാളെ ഫ്രീ.